ഹായ് ഓൾ, ഒരു ആഡ് ഷൂട്ടിനായി കാസർഗോഡ് പോകുന്ന ഒരു യാത്രയാണത്. രാവിലെ 5:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരതിലാണ് എനിക്ക് സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, വന്ദേ ഭാരതിൽ കയറുമ്പോൾ ഒരു മിനി ഫ്ലൈറ്റിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ കംഫർട്ടബിളായുള്ളൊരു യാത്രയായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ ചുരുക്കം സ്റ്റോപ്പുകളിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. രാവിലെയായി ചെങ്ങന്നൂർ സ്റ്റോപ്പ് നമ്മളെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര പോകുന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി. എഗ് സ്ക്രാമ്പിൾഡും ഒരു ബണ്ണും, പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. നമ്മൾ സാധാരണ വന്ദേ ഭാരതിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തവണ യാത്ര ചെയ്തപ്പോൾ എനിക്ക് വളരെ മികച്ചത് അനുഭവപ്പെട്ടു. വീണ്ടും ട്രെയിൻ പോവാണ്. എല്ലാം ഓൺ ടൈമാണ് ട്രെയിൻ യാത്ര. എറണാകുളം ടൗണിൽ നമ്മളെത്തി. വീണ്ടും നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചിയിൽ കണ്ടുകൊണ്ട് യാത്ര തുടങ്ങുകയാണ്. ഇന്ത്യയുടെ സമരമൊക്കെ നടക്കുന്ന സമയത്താണിത്, പക്ഷേ കുറച്ച് ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. തൃശ്ശൂർ കഴിഞ്ഞു നമ്മുടെ ട്രെയിൻ. ഷാർപ്പ് ടൈമിംഗ് ആണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒടുവിൽ ഷൊർണൂർ എത്തി. ഇത് ഉച്ചയ്ക്ക് 2 മണിയാണ്, 2:10 അവിടുത്തെ ലാൻഡിങ് ടൈം. ഏതാണ്ട് 8 മണിക്കൂറാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് കാസർഗോഡ് എത്താനായിട്ട് എടുക്കുന്ന സമയം, റണ്ണിങ് ടൈം. നമ്മൾ ഒടുവിൽ കോഴിക്കോടെത്തി. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഉച്ചത്തെ ലഞ്ച് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞു. നമ്മൾ കണ്ണൂരെത്തി. ഇപ്പോൾ ലഞ്ച് ടൈം നല്ല വിശന്ന് തുടങ്ങി, കാരണം അടുത്ത സ്റ്റേഷൻ കാസർഗോഡാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് എത്തിക്കഴിഞ്ഞു. വളരെ നല്ല മീലായിരുന്നു. ചോറ്, പയറുതോരൻ, ചിക്കൻ കറി, പരിപ്പ്, കൂടെ തൈര്, അങ്ങനെ ഇറ്റ്സ് വാസ് എ വെരി നൈസ് മീൽ. നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി, കാരണം കാസർഗോഡ് ഞങ്ങൾ നേരത്തെ എത്തി. നമുക്ക് പോകേണ്ടത് നീലേശ്വരത്താണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, അടുത്ത ട്രെയിനിന് കാത്തിരുന്നു, ഏറനാട് എക്സ്പ്രസ് വരാൻ വേണ്ടി. അപ്പോൾ ആ ട്രെയിനിൽ കയറി നമ്മൾ തിരിച്ച് ബ്രൂവേഴ്സിൽ പോവുകയാണ്. നമ്മൾ നേരെ നീലേശ്വരത്തേക്ക്. നീലേശ്വരം ഒരു നല്ല സ്ഥലമാണ്. വളരെ ചെറിയ കുഞ്ഞു ടൗണാണ്. വളരെ നല്ല ആൾക്കാരെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് നീലേശ്വരം. അവിടുന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോയിലെ ചേട്ടനോടാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള വഴി ചോദിച്ചത്. വളരെ നല്ല മനുഷ്യൻ, കാരണം അവിടെ കൂടിയുന്ന എല്ലാ ഓട്ടോറിക്ഷക്കാരും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചതും. അദ്ദേഹം വളരെ അടുത്താണ് ഈ ഹോട്ടലിൽ നിന്ന് പറയാം. അതോടൊപ്പം വളരെ ചെറിയ ചാർജ് 30 രൂപയാണ് ഞങ്ങളിന്ന് ഈടാക്കിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം ഈ യാത്രകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഈ ഓട്ടോറിക്ഷ പിടിക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ നീലേശ്വരത്തുള്ള അദ്ദേഹത്തിനോട് എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹം അവരെല്ലാവരും ഓട്ടോറിക്ഷക്കാർ മാന്യമായിട്ടാണ് പെരുമാറിയതും തിരിച്ചുകൊണ്ട്. ഇത് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ നീലേശ്വരം ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടായില്ല. ഒടുവിൽ ഞങ്ങൾ ഹോട്ടലിലേക്ക്, നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്ന ഹോട്ടലിലേക്ക് യാത്രയായി. കൂടെയുള്ളത് ബിനുവാണ്. അദ്ദേഹം ഒരു ആക്ടറാണ്. നിങ്ങൾ കേരള ക്രൈം ഫയൽ സീസൺ 2 അദ്ദേഹത്തിനെ കണ്ടു കാണും. കൂടാതെ പുള്ളിയുടെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പുതിയൊരു സിനിമ വരാനും പോകുന്നുണ്ട്. ഒടുവിൽ നമുക്ക് റൂം എടുത്തിരിക്കുന്ന നമ്മൾക്ക് എടുത്തിരിക്കുന്ന റൂമിലോട്ട് നമ്മളെത്തി. ഒരു നല്ല ഡീസൻറ്റ് ഹോട്ടലാണ് നമുക്ക് ഇത്തവണ അക്കോമഡേഷൻ ആയിട്ട് കിട്ടിയത്. റിയലി നൈസ്. അതുപോലെ ഇപ്പം ഇവിടെ ഒരു കപ്പലിൻ്റെ ആകൃതിയിലുള്ള ഒരു ചായക്കടയുണ്ട്. പരിപ്പ് വട എന്നാണ് കടയുടെ പേര്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു ഈവനിങ് 3 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയത്. നല്ല എക്സ്പീരിയൻസ്. അതിനോടൊപ്പം നമ്മൾ കളങ്കാവൽ സ്പൂഫൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി വെറുതെ ഇരുന്ന സമയത്ത്. കാരണം ഷൂട്ട് രാവിലെയാണ്, അടുത്ത ദിവസമാണ് ഷൂട്ടുള്ളത്. അപ്പോൾ അത്രയും സമയം വെറുതെ റൂമിൽ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഞങ്ങൾ നടത്തി. നമ്മൾ അതിരാവിലെ തന്നെ എണീറ്റ് നമ്മൾ നേരെ ലൊക്കേഷനിലോട്ട് യാത്രയാണ്. സുഭാഷുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ ആളുണ്ട്. സുഭാഷ് നിങ്ങൾ കോമഡി ഒരുപാട് പ്രോഗ്രാംസ് അദ്ദേഹത്തിനെ കണ്ടു കാണും. കൂടാതെ സിനിമ സീരിയലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മൾ നേരെ തൈക്കടപ്പുറം ബീച്ച്, അതാണ് നമ്മുടെ ലൊക്കേഷൻ, അവിടേക്ക് എത്തിയിട്ടുണ്ട്. നീലേശ്വരത്തുള്ള ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്.
സത്യം പറഞ്ഞാൽ വലിയ തിരക്കേ ഇല്ല. ഇതൊരു അവധി ദിവസം, ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നൊരു ദിവസമാണ്. കൂടാതെ സൺഡേ ആണ് ഇന്നത്തെ പ്രത്യേകത. അപ്പം ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഇത് സൺഡേ ആണ് ഇപ്പം നമ്മളിവിടെ ഷൂട്ടിന് വന്നത്. പക്ഷേ സൺഡേ ആയിട്ടും ഈ ബീച്ച് നോക്കിയാൽ ആരുമില്ല ഈ ബീച്ചിൽ. ഇറ്റ്സ് വേക്കൻറ്റ് ബീച്ച്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. ഇതൊരു കേരള ടൂറിസത്തിൻ്റെ ആഡാണ്. അപ്പം ഈ ഇത്തരം ബീച്ചുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു ആഡാണ് ഞങ്ങൾ അഭിനയിക്കാൻ പോയതെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇവിടെ കൂടുതൽ പ്രസിദ്ധമാവട്ടെ, ആൾക്കാരെല്ലാം വരട്ടെ. അപ്പോൾ ഷൂട്ട് തുടങ്ങി. പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും എല്ലാവരും റെഡിയാണ്. ആക്ടർ ഈസ് റെഡി. ബിനു ആക്ടിങ് തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. മേക്കപ്പ് മാൻ. അപ്പോൾ നമുക്ക് ഉച്ച വരെയാണ് ഷൂട്ടുള്ളത്. ഉച്ച കഴിയുമ്പോൾ വെയിലിൻ്റെ കൂടുന്ന കാരണം നമ്മൾ ഉച്ചയ്ക്ക് ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്ത് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലേക്ക് അതായത് തിരിച്ച് കഴിഞ്ഞു. എന്നിട്ട് അവിടെ റെസ്റ്റാണ്. ഒരു ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞ് നമ്മളൊരു തിരിച്ച് വരുന്നൊരു 3 മണി 4 മണി സമയത്തായിരിക്കാം തിരിച്ച് വരുന്നത്. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ആഹാരം കഴിച്ചത്. തിരിച്ച് വീണ്ടും നമ്മൾ റെസ്റ്റ് എടുത്തു. വീണ്ടും തൈക്കടപ്പുറം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു ചായക്കടയിൽ നിർത്തി നമ്മൾ ചായ കുടിക്കാനൊക്കെ മേക്കപ്പ് ടച്ചപ്പ് ചെയ്തു. അവിടെയും നമ്മൾ കളങ്കാവലിൻ്റെ ഒരു സ്പൂഫ് ട്രൈ ചെയ്തിരുന്നു. ലെജൻഡായ ആക്ടറിനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പേടിയോടെ ചെയ്യുന്നത്. ആൾക്കാർ പൊങ്കാലയിടുന്നതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലെത്തി. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അതിരാവിലെ കഴിച്ചത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്നൊരു ഓൺലൈൻ നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് സെൽഫ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാം. അവിടെ എടുത്തു തരാനും ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഇത് ശീലമുള്ളതുകൊണ്ട് സെൽഫായിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നേരെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. നമുക്ക് രാവിലെ 7 മണിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത്. അത് മംഗലാപുരത്ത് നിന്ന് വരുന്ന വന്ദേ ഭാരതാണ്. അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിന് നീലേശ്വരത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് തിരിക്കുകയാണ്. നമ്മളൊടുവിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് രാവിലെ 7 മണിക്കാണ് വന്ദേ ഭാരത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അത് ഉച്ചയ്ക്ക് 3 മണിക്കാണ് അവിടെ ട്രിവാൻഡ്രത്ത് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ട്രെയിൻ വരാൻ ടൈമായി. വന്ദേ ഭാരത് വരുമ്പോൾ ഇങ്ങനെ മൊബൈൽ വീഡിയോ എടുക്കുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടായി കഴിഞ്ഞു. വന്ദേ ഭാരത് വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടായി കഴിഞ്ഞു. എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് ട്രെയിനിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇറ്റ്സ് റിയലി നൈസ് ടു സീ ദിസ് ട്രെയിൻ. വളരെ നല്ല ഭംഗിയുള്ള, വളരെയധികം ഫെസിലിറ്റീസുള്ള ട്രെയിനാണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് കാസർഗോഡിന് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. ഇവിടെ നമുക്ക് മംഗലാപുരത്ത് വരുന്നതിനാൽ കന്നഡയിലൊരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതിപ്പോൾ കന്നഡ പത്രമൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടും വായിക്കാനായിട്ട്. വായിക്കാൻ അറിയില്ലെങ്കിലും അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ടാറ്റ ബൈ ബൈ കാസർഗോഡ്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഒരേ ഒരു പ്രശ്നം, ഈ വെള്ളം കൂടിയ കറിയാണ്. അത് കഴിക്കാൻ ഭയങ്കര പാടാണ്. അത് മൊത്തം പൊട്ടി ഒലിച്ച പോലെ ഇരുന്നു. കഴിക്കുമ്പോഴൊക്കെ ദേഹത്ത് വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പം വന്ദേ ഭാരത് അതിനൊരു കാറ്ററിംഗ് കമ്പനി ഒരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് കണ്ണൂരെത്തി. അതിനിടയ്ക്ക് ഒരു ചായ ഇദ്ദേഹം വാങ്ങി കുടിച്ചു. പുള്ളി വിചാരിച്ചത് ഫ്രീ എന്നാണ്. പക്ഷേ ഫ്രീ അല്ല, അതിൻ്റെ കാശും വാങ്ങിയിട്ടുണ്ട് അവർ. ഒരു ചായ ഫ്രീ ഉണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നതിന് കാശ് കൊടുക്കണം. അതപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ തിരിച്ച് എറണാകുളം കഴിഞ്ഞു. ഒടുവിൽ റൈറ്റ് ടൈമിന് ഞാൻ തിരുവനന്തപുരത്തെത്തി. അങ്ങനെ തിരികെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ നമ്മൾ നിറഞ്ഞു നിന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതം വളരെ സിമ്പിളാണെന്ന്. പക്ഷേ ഒരു ആഡ് ഷൂട്ടിന് പോയപ്പോൾ തന്നെ മനസ്സിലായി ഇത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്നൊരു, അല്ലെങ്കിൽ നമ്മുടെ